എക്കോയിലെ അഭിനേതാവ് സഹീർ മുഹമ്മദ്, കൺട്രോളർ ഷാഫി, അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി, മൂന്നുപേരും ഉണ്ട്. എക്കോ വൻ സക്സസ് ആണ്. ചേട്ടാ, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതേ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഇത് കുറേ അധിക ദിവസം ഇവിടെ ചെലവഴിച്ച ഒരു ലൊക്കേഷനാണ്. അന്നത്തെ ഒരു 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 എന്താ പറയുക, അന്തരീക്ഷവും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ പൂർത്തിയാക്കി. അത് സക്സസ് ആയി. അതിനുശേഷം ഞങ്ങൾ ഈ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളുമായിട്ട് ഒരുപാട് ഇടപഴകിയ ഒരു ലൊക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നത് കാണുമ്പോൾ. ഒരുപാട് മധുരമുള്ളതും കയ്പേറിയതുമായ അനുഭവങ്ങൾ ഇപ്പം ഇങ്ങനെ ഓർക്കുകയാണ്. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഓറഞ്ച് അലേർട്ടാണ്. കാരണം ഇവിടെ അലേർട്ടുകളൊക്കെ മാറിക്കൊണ്ട് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ ആയിരിക്കുമ്പോഴാണ് ഇവിടെ വീട് വെക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ഇടുന്നു. മരം തന്നെ സെറ്റിട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു എക്കോയിലെ ഈ കലാ സംവിധാനം? നല്ല ചലഞ്ചിങ് ആയി. കാരണം ഈ നമുക്ക് എന്തും ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷം മസ്റ്റായിട്ട് വേണം. കാരണം ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം മഴ വരുന്ന സമയത്ത് ഷോക്ക് അടിക്കും ആൾക്കാർക്ക്. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ സാധനങ്ങൾ എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ എക്കോയ്ക്ക് വേണ്ടി മാത്തിച്ചേടത്തിയുടെ വീട് ഉണ്ടാക്കി ഷൂട്ടിംഗ് കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സഹീർ പറഞ്ഞ പോലെ ഭയങ്കര ഒരു സങ്കടം. കാരണം വെച്ചാൽ നമ്മളെ തറവാട് പൊളിച്ചു പോയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ്. ആ ഒരു അങ്ങനെ ഒരു തോന്നൽ ഇവിടെ എത്തുമ്പോൾ. കാരണം നേരത്തെ മഴ പെയ്തപ്പോൾ നമ്മൾ കുന്ന് കയറുന്ന സമയത്ത് ആദ്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും കുടയിൽ കുന്ന് കയറി വന്നാൽ ഈ വീട്ടിൽ കയറി നിന്നാൽ പ്രശ്നം തീർന്നല്ലോ. ഇപ്പം അങ്ങനെയല്ല. താഴേന്ന് മഴ തോർന്നാൽ മാത്രമേ കയറാൻ പറ്റൂ. ഇവിടെ വന്നാൽ ഒന്നുമില്ല, ഒരു സ്ഥലത്തും കയറി നിൽക്കാനില്ല, ഒന്നുമില്ല. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വീട് നഷ്ടപ്പെട്ടു പോയ ഒരു വേദനയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അന്ന് വെച്ച ചെറിയ തൈകളൊക്കെ ഇന്ന് മരങ്ങളായിട്ട് വലിയ മരങ്ങളാണ്. വലിയല്ല, എല്ലാം പച്ച പിടിച്ചു. അതിന് കിളിർത്തു വന്നിട്ടുണ്ട്. ഈ വലിയ മരങ്ങളൊക്കെ കിളിർത്തു. ഇതിന് വേറൊന്നുമില്ലാതെ വെട്ടിക്കൊണ്ട് വെച്ചാൽ. പക്ഷെ ഇതിങ്ങനെ കിളിർക്കുമെന്നാരും എക്കോയും അങ്ങനെ വളർന്ന് പന്തലിച്ചല്ലോ. അതെ, കേരളക്കരല്ല, വേൾഡ് മൊത്തം, ലോകം മുഴുവൻ വളർന്ന് പന്തലിച്ചു. വലിയ സന്തോഷമല്ലേ? സാധാരണ സിനിമ ഹിറ്റാകുമ്പോൾ സിനിമയുടെ പേര് എല്ലായിടത്തും ഇടാറുണ്ട്. ഈ ടൂറിസത്തിന് എന്തായാലും എക്കോ ടൂറിസം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിന് നിങ്ങൾ എന്ത് പേരായിരിക്കും കൊടുക്കുന്നത്? ഞങ്ങളിതിന് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീടിരുന്ന സ്ഥലം മ്ലാത്തിമല. അപ്പം കൺഗ്രാജുലേഷൻസ് ടീം. താങ്ക് യു.